സമാധാനം തേടിയുള്ള ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ചെട്ടനാടിലേക്കാണ്. വർഷത്തിലൊരു റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഫോണൊന്നും നോക്കാതെ എല്ലാവരും ഒരുപാട് സമയം സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അടുക്കളയിൽ കയറണ്ട, സമയാസമയത്തിന് നമുക്ക് ഇഷ്ടമുള്ള സാധനം വാരി വലിച്ച് കഴിക്കാം. പിന്നെ ഇങ്ങനെ മാറി മാറി വരുന്ന കാഴ്ചകൾ അത് കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമയുണ്ടാക്കുന്ന സംഭവം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ കുമളി കഴിഞ്ഞ് അതിർത്തി കടന്ന് തമിഴ്നാട്ടിലേക്ക് എത്തി. എന്നാൽ പിന്നെ ഇനി നല്ല വിദ്യാസാഗറിൻ്റെ പാട്ടൊക്കെ കിട്ടങ്ങ് പോയാലോ. അപ്പോഴാണ് പോളിസെടുത്ത് ട്രാക്ക് മാറ്റിയത്. അല്ല, ഇത്തവണ നമുക്ക് ഇളയരാജ പിടിക്കാമെന്നായി. ഈ രണ്ട് വ്യക്തികൾ കല്യാണം കഴിച്ച് താമസിക്കുമ്പോഴേ ആദ്യം പറഞ്ഞ ഇഷ്ടങ്ങളും രുചികളും ഒന്നും ആയിരിക്കില്ല. പിന്നീട് ഒരു 4-5 വർഷം കഴിയുമ്പോൾ അതിലൊക്കെ ഇങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ യാത്രയിൽ നമുക്ക് ഈ വക മാറ്റങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം കഴിഞ്ഞ വർഷം ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യം ഈ ട്രിപ്പിൽ ഇഷ്ടമല്ലെന്ന് പറയും. ആൻഡ് നമ്മുടെ പങ്കാളിയുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതും നമുക്ക് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും ഇങ്ങനെയുള്ള യാത്രകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. എൻ്റെ പിള്ളേരുടെ ലോകം എന്ന് പറയുന്നത് ഈ കാറിൻ്റെ പുറകിൽ ആ കാർബെറ്റിൻ്റെ മുകളിലാണ്. ഈ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വർത്തമാനങ്ങൾ കേൾക്കുന്നതിനോടൊപ്പം തന്നെ അവരും വളരുകയാണ്. പിന്നെന്താ പറയുക, അവരുടെ കളികളും ചിരികളും വഴക്കും പിന്നെ ചില കാര്യങ്ങളൊക്കെ നമ്മളോട് അവർ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഓർത്തെടുത്ത് നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. അതിന് ഒരുപാട് സമയം നമുക്ക് ഈ ഒരു ട്രിപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ബോണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ശക്തമാകും ഓരോ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തുമ്പോഴും. സോ എല്ലാവരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ കാർ എടുത്ത് ഇത്രയും ദൂരം ഇങ്ങനെ ട്രിപ്പ് അടിച്ച് പോകുന്നതെന്ന്. സോ അതിനുള്ള ഉത്തരങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അങ്ങനെ സംസാരിച്ച് നമ്മൾ സ്ഥലം എത്തിയതറിഞ്ഞില്ല. ഞങ്ങളിവിടെ ചെട്ടിനാട് അടുത്ത് തന്നെ ചെട്ടിനാട് ഹെറിറ്റേജ് വെൽനസ് റിസോർട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കിടിലൻ ഒരു ആംബിയൻസ് റിസോർട്ടാണ്. അതിൻ്റെ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.